എന്ത് പറ്റി മോളെ? എന്താ മോളെന്താ കരയണതിനാ? എന്തിനാ മോള് കരയണത്? ചേട്ടനോട് കാര്യം പറ. എന്താ പറ്റിയ? എന്താ പ്രശ്നം? എന്താണ്? മോള് കരയില്ല. മോള് എഴുന്നേരുന്നേ, ബാഗ് ഉടച്ച് മോളോടേക്ക്. മോള് വെള്ളം കുടിച്ചേ. എന്നിട്ട് മോളെന്താ ചെയ്തേ? പോട്ടെ, ശരിയാണ്. ഞാൻ ആരെങ്കിലോടും പറഞ്ഞ എല്ലാവരും എന്നെ മോശക്കാരിയാക്കിയാലോ ചേട്ടാ? മോള് പേടിച്ചാ? അത് ചേട്ടാ ആ സമയത്ത് ഞാൻ പേടിച്ചല്ലേ? നമുക്ക് അവനെ പോയിട്ട് നല്ല അടി അടിച്ചാലോ? പക്ഷെ ഒരു കുഴപ്പമുണ്ട്. ഇന്നിപ്പോൾ ചേട്ടൻ വന്ന് അവനെ അടിച്ചു കഴിഞ്ഞാൽ നാളെ മോൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പിറ്റേ ദിവസം വന്ന് ചേട്ടൻ വീണ്ടും അടിക്കാൻ നിൽക്കേണ്ടി വരില്ലേ? പക്ഷെ മോൾക്ക് തന്നെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഇങ്ങനൊരു സിറ്റുവേഷനിൽ. പിന്നെ എനിക്ക് തല്ലാൻ പറ്റുമോ ചേട്ടാ? ഒരു രക്ഷയില്ലാതായി കഴിഞ്ഞാൽ കിട്ടാവുന്ന ശക്തി മുഴുവൻ എടുത്തിട്ട് നല്ലൊരു പെട അങ്ങോട്ട് കൊടുക്കണം. അപ്പോൾ അതിനു മുമ്പ് എന്താ ചെയ്യാ ചേട്ടാ? മോള് ഫോൺ എടുത്തിട്ട് 112 എന്ന നമ്പറിലേക്ക് വിളിക്കാം. 10-15 മിനിറ്റുള്ളിൽ തന്നെ പോലീസ് അവിടെ വരും. അപ്പോൾ തന്നെ നമ്മൾ ആ കണ്ടക്ടറോട്, ബസ്സിലെ കണ്ടക്ടറോട് കാര്യം പറയാം, ഒരാൾ മോശമായിട്ട് പെരുമാറിയെന്ന്. അപ്പോൾ ആളും ആ കാര്യത്തിൽ ഇടപെടും. കൂടാതെ നമ്മുടെ അടുത്ത് നിൽക്കുന്ന ആൾക്കാരോടും കാര്യം പറയും. അവരോടൊക്കെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്നൊരു മോശക്കാരിയായിട്ടല്ല കാണാം. മോൾ അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. നമ്മൾ ചെയ്യേണ്ട കാര്യം ചെയ്യും. മറ്റുള്ളവർ അങ്ങനെ മോശമായിട്ടൊന്നും കാണില്ല കേട്ടോ. സോറി ചേട്ടാ, ഞാനങ്ങനെ ചെയ്യേണ്ടതായിരുന്നു. പക്ഷെ എനിക്ക് അവനൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ. അവനൊന്നും ചെയ്യാൻ പറ്റാതായപ്പോ ഒരു വിഷമമായല്ലേ? ഇനി വേറെ ആൾക്കാരോടും അങ്ങനെ തന്നെ ചെയ്താലോ? അവനിട്ട് ഒരെണ്ണം കൊടുക്കണം. നമ്മളൊരു കാര്യം ചെയ്യും, ഒന്ന് മോക്കൊന്ന് കഴിയിട്ടൊന്നേ. കൊച്ചിനറിയോ? എന്തായാലും നീ തല്ലാൻ വന്നാണോ? ഡീ മേലാൽ ഇതേപോലെ ഇനി ഏതെങ്കിലും പിള്ളേരുടെ അടുത്തോ ആരെങ്കിലും അടുത്തും ചെയ്യണമെന്ന് തോന്നിയ ഇത് ഓർക്കണം. പിന്നെ ബാക്കിയുള്ളതൊക്കെ നിനക്ക് പിന്നാലെ വരണുണ്ട്. ഏട്ടാ, സന്തോഷമായില്ലേ?